സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ തുള്ളൽ മത്സരത്തിൽ വ്യത്യസ്തതയുമായി വീണ്ടും മണലൂർ ഗോപിനാഥൻ ആശാൻ നിറസാന്നിധ്യമായി മാറുകയാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ കാലമായി തുള്ളൽ രംഗത്ത് സജീവ സാന്നിധ്യമാണ് മണലൂർ ഗോപിനാഥൻ. കേരള സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന ഓട്ടം തുള്ളൽ കലാകാരൻ കൂടിയാണ്. കാക്കിക്കുള്ളിലെ ഫലിത മനസ്സ് നെഞ്ചിലേറ്റിയപ്പോഴും ഭരണരംഗത്ത് കർക്കശക്കാരനായിരുന്നു. കേരളത്തിലുടനീളം ശിഷ്യഗണങ്ങളുള്ള ഗോപിനാഥൻ എന്ന തുള്ളൽ ആശാൻ ഇന്നും കലാരംഗത്ത് സജീവ സാന്നിധ്യമാണ്. ഇത്തവണ 2 ശിഷ്യന്മാരുമായിട്ടാണ് ഗോപിനാഥൻ മത്സരവേദിയിൽ എത്തിയിരിക്കുന്നത്. പാവറട്ടി സെന്റ് ജോസഫ് സ്കൂളിലെ KS ആദിത്യൻ കഴിഞ്ഞ 1 വർഷമായി മാഷിന്റെ കർശന ശിക്ഷണത്തിലാണ്. ഹിഡുംബവധമാണ് അവതരണ വിഷയം. കഴിഞ്ഞ 35 വർഷത്തിലേറെയായി സ്കൂൾ കലോത്സവ വേദികളിൽ സജീവ സാന്നിധ്യമാണെന്നും വ്യത്യസ്ത ആശയങ്ങളുമായിട്ടാണ് ഓരോ വർഷവും മത്സരവേദിയിലേക്ക് എത്താറുള്ളതെന്നും വിജയപ്രതീക്ഷയോടെയാണ് മത്സരത്തിന് ഇറങ്ങുന്നതെന്നും വിജയിക്കുക എന്നതല്ല സംസ്ഥാന കലോത്സവ മത്സരത്തിൽ പങ്കെടുക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും ആദിത്യനും പറയുന്നു. ഇപ്പോൾ 3 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുകയാണ് കലോത്സവ വേദികളിൽ മാത്രം. ഏകദേശം 60 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഇപ്പോൾ കുറച്ച് പിൻവലിഞ്ഞു തുടങ്ങി. പക്ഷേ കുട്ടികളുടെ വരവ് കൊണ്ട് ഞാനത് നിർത്താതെ വീണ്ടും തുടരാണ്. കലോത്സവ വേദികളിൽ തന്നെ 3 പതിറ്റാണ്ട് കഴിഞ്ഞു. ഇന്നും നിറസാന്നിധ്യമായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ടായി. പുതിയ കഥാഭാഗങ്ങൾ കുട്ടികളൊക്കെ ചെയ്യിപ്പിച്ചത് കൊണ്ടായിരിക്കാം ഓരോ കലോത്സവത്തിനും ഓരോ പുതിയ കഥാഭാഗങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോഴാണ് പുതിയ തലമുറയ്ക്ക് ഇതിനോട് താല്പര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറേ ചടുലമായ രീതികളും ലോകധർമ്മിയും നാട്യധർമ്മിയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ശാസ്ത്രീയ രീതിയിലേക്ക് ഇപ്പോൾ തുള്ളലിന് വന്നിരിക്കുകയാണ്. അത് നമ്മൾ വീണ്ടും അത് തുടരുകയാണ്. ഞാൻ കലോത്സവത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്കൊക്കെ അറിയില്ലായിരുന്നു കലോത്സവ വേദി എങ്ങനെയാണെന്ന്. ഞാൻ ജില്ല വരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മാഷിനോട് നന്നായി പെരുമാറിയത് തന്നെ അറിയാത്തത് കാരണം മാഷിനറിയാം എങ്ങനെ കുട്ടീനെ പഠിപ്പിക്കണം എന്നൊക്കെ മാഷിനറിയാം. അത് കാരണം മാഷ എന്നോട് നന്നായി പെരുമാറി. അതിന് പെട്ടെന്ന് മാഷിനോടുള്ള സ്നേഹം കാരണം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിച്ചത്. നമ്മൾ കളിക്കുക, നമ്മൾ പഠിച്ചത് നമ്മൾ സ്റ്റേജിൽ കാഴ്ചവെക്കുക. അതിലിപ്പോൾ ജഡ്ജസ്മാർക്ക് തോന്നും, അപ്പോൾ കൊടുക്കുക തന്നെ. കൊടുങ്ങല്ലൂർ സ്വദേശിനി ഹീരയാണ് ഗോപിനാഥന്റെ ശിക്ഷണത്തിൽ മത്സരത്തിനിറങ്ങുന്ന മറ്റൊരു കുട്ടി. വനിതാ പോലീസിന്റെ മകളായ ഹീര 4 വർഷമായി ഗോപിനാഥന്റെ ശിക്ഷണത്തിലാണ്. കായികാധ്യാപകൻ കൂടിയായ മകൻ ബബിനാണ് മൃദംഗത്തിൽ മേളം ഒരുക്കുന്നത്. ഇടക്കിയിൽ കലാമണ്ഡലം സുബീഷും മേളം ഒരുക്കും. പിൻപാട്ട് ഗോപിനാഥൻ തന്നെയാണ്. TCV ന്യൂസ്, തൃശൂർ.